വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് കറിയാണ്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഗ്രീൻ പീസ് അല്ല, ഹോട്ടൽ സ്റ്റൈൽ ക്രീമി സ്പൈസി റിച്ച് ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഇപ്പോൾ ഈ ഗ്രീൻ പീസിൻ്റെ സീസൺ ആയതുകൊണ്ട് ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഫ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിക്കൽ ഫ്രോസൺ ആയാലും യൂസ് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് സവാള ചെറുതായി സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചമുളകും ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ സോട്ട് ചെയ്യുക. ആ സമയം കൊണ്ട് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 ടൊമാറ്റോ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ടൊമാറ്റോ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നല്ല ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ അതിനൊന്ന് സൈഡാക്കിയിട്ട് അതേ പാനിൽ തന്നെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകവും ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. പൊടികളെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇങ്ങനെ അരച്ച് പേസ്റ്റ് പോലെ ചേർക്കുന്ന കുറച്ചും കൂടി ക്രീമി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളി ഒരു 5 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇട്ട് ഗ്രീൻ പീസും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിലേക്ക് തിക്കായ 1 കപ്പ് കോക്കനട്ട് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുക. അവിടെ ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ടത്. അല്ലെങ്കിൽ ഫ്രോസൺ ആണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ക്രീമി ആവേണ്ടിക്കൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്രീമി ആൻഡ് തിക്കായിരിക്കും. അപ്പം നമ്മളെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നാനിനും എല്ലാത്തിൻ്റെയും കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.